നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചീസ് കേക്ക് ആണ്. കുറേ കാലമായിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് തന്നെ ഈ ഒരു റെസിപ്പിയിൽ എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അവസാനം എത്തിപ്പെട്ട ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാട്ടോ ഇത്. സാധാരണ കേക്ക് പോലെയല്ല ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പ്രത്യേക ടെക്സ്ചറാണ് കേക്കിൻ്റെ. അത് നിങ്ങൾ കഴിക്കുമ്പോൾ മനസ്സിലാവും. വാലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ്. അത്രയും ടേസ്റ്റാണ്. ഇതിപ്പോൾ സാധാരണ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറേ അല്ല, അത് വിചാരിക്കരുത്. പിന്നെ ചീസ് കേക്കൊക്കെ കഴിച്ചവർക്ക് അറിയായിരിക്കും, പക്ഷെ ഒരുപാട് പേരുണ്ട് ചീസ് കേക്ക് കഴിക്കാത്തവർ, കേൾക്കാത്തവർ പോലും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും കൂടെ ഉണ്ടാക്കണം, അവർക്കും കൂടെ ആ ഒരു രുചി അറിയണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു കേക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന സമയത്ത് അത്രയധികം കോസ്റ്റ്ലി അല്ല, മാക്സിമം കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ ഓവൻ ഇല്ലാതെ ഓവൻ സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നത്. ബീറ്ററിന്റെ ആവശ്യമില്ല. ബീറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ബീറ്റർ ഇല്ലാതെ ഉണ്ടാക്കാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓയിലോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയധികം നമ്മുടെ ഈ ഒരു കേക്ക് വൈകിയത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, എനിക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇത്രയധികം വൈകിയത്. അതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട്. ഇനിയും അയക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ആർക്കാണ് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് നല്ല അടിപൊളി ചീസ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പോൾ അതിനുവേണ്ടി തലേദിവസം ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഒരു അരിപ്പയിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് വീട്ടിലുണ്ടാക്കിയതോ പുറത്തുനിന്ന് വാങ്ങിച്ചതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മിൽമയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ തുണി എല്ലാം കൂടെ സൈഡിൽ നിന്നെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ തൈരിനകത്തുള്ള വെള്ളം മുഴുവനും നമുക്കങ്ങ് പുറത്ത് ആക്കി കളയണം. ഇത് നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് നന്നായിട്ട് ആ വെള്ളമൊക്കെ വാർന്നു പോകും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പം തന്നെ ചെയ്യുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് ആ വെള്ളം മുഴുവനും പിഴിഞ്ഞങ്ങ് കളയണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രസ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് ഈ അരിപ്പയിൽ തന്നെ വെച്ചങ്ങ് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും. പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചാൽ പുളിയായി പോവും, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഈ അരിപ്പേൻ്റെ അടിഭാഗം ആ ഊർന്നു വരുന്ന വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് തക്ക പാത്രം വേണം അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോകണം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സംഭവം എടുത്തൊന്ന് നോക്കാം. അതാണ്ട് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല ഉരുണ്ട ഒരു പരുവത്തിൽ ആ ഒരു കേട് കിട്ടിയിട്ടുണ്ട്. ഇതിന് പറയുന്ന പേര് ഹങ് കേട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹങ് കേട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു കേക്കിന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ആണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മെയിൻ താരമാണ് ക്രീം ചീസ്. അപ്പോൾ ആ ഒരു ക്രീം ചീസ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത്. പാലൊഴിച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ്. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. 1 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്, തിളയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആവണം കേട്ടോ. അപ്പോൾ മാത്രമേ നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കാവുള്ളൂ. ചൂടാവുന്നതിന് മുമ്പൊന്നും ഒഴിക്കരുത്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കാം. 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കാനേ. ഇപ്പോൾ മൊത്തം 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിളച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു പോർഷനുണ്ട്. നന്നായിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് കൂടി അങ്ങ് വന്നോളൂ. അപ്പോൾ നമുക്ക് ഓഫായി കൊടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് നല്ലൊരു വൃത്തിയുള്ള തുണി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും അതേപോലെ തന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് പോക്കി കൊടുക്കാം. ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി അതൊന്ന് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാലും മതി. നമ്മുടെ മെഷറിംഗ് കപ്പും സ്പൂണും ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. 1 കപ്പ് 250 ml. ഒരു വ്യത്യാസമില്ല, കാഴ്ചയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ ആ സ്പൂണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. 2 സ്പൂണ് പൊട്ടിപ്പോയി. പക്ഷെ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ട് മാറ്റിയെന്നേ ഉള്ളൂ. കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്. എന്നാലും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിപ്പോൾ കാണാനൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഉറപ്പൊക്കെ ഉണ്ട്. ലാസ്റ്റ് ചെയ്യും തോന്നുന്നു. എന്തായാലും എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് നോക്കിയറിയാം.
ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ചീസ് കേക്കിന്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ബിസ്ക്കറ്റ് വേണം. ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല, ആരോ റൂട്ട് ബിസ്ക്കറ്റോ ഏതായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 12 എണ്ണവും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ള മുഴുവൻ ബിസ്ക്കറ്റും എടുക്കുന്നില്ല, 12 എണ്ണമൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 5 or 6 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് നമ്മൾ ഓൾറെഡി ഉള്ളതാണ് ഗുഡ് ഡേയിൽ, എന്നാലും ഈ ഒരു നമ്മൾ അഡീഷണൽ ആയിട്ട് ഇടുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ്. ഒരുപാട് സമയം വെച്ച് തിളപ്പിച്ച് ചൂടാക്കണ്ട. ആ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇടുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റായി വരുമല്ലോ, അങ്ങനെ എടുത്തിരുന്നാൽ മതി. 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആ പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്തൊന്ന് കറക്കി മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലെടുത്ത് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകം, അതാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ചീസ് കേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സ്പ്രിംഗ് പാനിലാണ്. ഇതുപോലത്തെ സ്പ്രിംഗ് പാൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. സ്പ്രിംഗ് പാൻ ഇല്ലാത്തവരാണ് എങ്ങനെയാണ് ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ സ്പ്രിംഗ് പാൻ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ സ്പ്രിംഗ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് മുക്കി ഒന്ന് എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് ലെവലാക്കിയതിന് ശേഷം അടി പരന്നിട്ടുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതവിടെ നല്ല തിക്കായിട്ട് ഒരു തിക്ക് ലെയറായിട്ട് അവിടെ അടിയിലങ്ങ് ഇരുന്നോളൂ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ലെയർ കഴിക്കാനായിട്ട്. ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ സൈഡിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് അമർത്തി അങ്ങ് കൊടുത്താൽ മതി ആ സ്പ്രിംഗ് പാനിലേക്ക്. വാട്ടർ ബാത്ത് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം വെള്ളം ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. സ്പ്രിംഗ് പാനിൽ അല്ലെങ്കിൽ ഇങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് നമുക്കൊരു ബൗളിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ച പാല് പിരിച്ചതുണ്ടല്ലോ, അത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുമുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ എടുത്ത് ഒഴിക്കുകയാണ്. അതിലൊരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ ഫ്രഷ് ക്രീം എടുക്കുമല്ലോ, പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും മതി. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ ഫ്രഷ് ക്രീം വെച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ക്രീം ചീസ് എന്ന് പറയുന്നത് കുറച്ചൊരു തരിതരിപ്പുണ്ട്. അങ്ങനെ അല്ലാതെ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. നല്ല എന്താ പറയുക, നല്ല സിൽക്കി സ്മൂത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രീം ചീസ് ഇരിക്കുന്നത്. അത് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് വെച്ചില്ലേ, ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാട്ടോ ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കേർഡില്ലേ, ഹങ് കേർഡ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. 1 മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ കേർഡ് ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പിരിഞ്ഞ പോലെ ആ സ്മൂത്ത് ടെക്സ്ചർ അങ്ങ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് അടിച്ചിട്ട് ആ ഒരു നല്ല സ്മൂത്താക്കി എടുത്താൽ മതി. ആ ഒരു സ്മൂത്ത് ആവുന്ന വരെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഹങ് കേർഡ് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല ലൂസായിട്ടിരുന്ന ആ ഒരു ബാറ്റർ ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് വരും.
അത് കുഴപ്പമില്ല, നമുക്കങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത മിക്സിയുടെ ജാറിലേക്ക് തന്നെ 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അധികം കളറില്ലാത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചങ്ങ് എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഒരു ചെറിയൊരു സ്മെല്ല് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടങ്ങ് അടിച്ച് പതപ്പിക്കാം. അപ്പോൾ അത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കാണുന്നില്ലേ, നല്ല പത വന്നിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായാലും ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. അത് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ഇടാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലൂടെ ഇടുന്നത്. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അതൊന്നും ഇല്ലാത്ത ഒരു കേക്കാണ്. അത് ഇട്ടിട്ടുണ്ട്. അതിട്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ഒന്നുകിൽ വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിങ് എടുത്താൽ മതി. ഒരുപാട് സമയത്ത് അടിക്കേണ്ട. അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നേരത്തെ ഒരു പുളിപ്പും ഒരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അതോടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് മതി. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കേക്ക് വാട്ടർ ബാത്തിലൂടെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്കിന് ക്രാക്ക് വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്ലെയിം ഓണാണ്, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ബാറ്ററാണ്. കുറച്ച് ലൂസൊക്കെയാണ് കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടാപ്പ് ചെയ്യേണ്ട ആവശ്യം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എയർ ബബിൾസ് കൊടുക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട്. ആ വെണ്ണകത്തുള്ള വെള്ളമൊക്കെ നല്ല ചൂടായി തന്നെയാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കാം. ഇതെങ്ങനെയല്ലാതെ നമ്മൾ പുറത്ത് പ്ലേറ്റിൽ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം അങ്ങനെ തന്നെ ഈ ഓവൻ സെറ്റപ്പിലേക്ക് എടുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൈ പൊള്ളാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഓവനിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേക്കകത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ ബേക്കിംഗ് ട്രേ വെച്ചതിന് ശേഷം ഡയറക്റ്റ് ഓവനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളത് ബേക്ക് ചെയ്യുന്ന സാധാരണ പോലെയല്ല. നമ്മൾ ആദ്യം ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് അലാം വെച്ചോളണം കേട്ടോ. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ ലോ ചെയ്യുക. ഒരു 160 ഡിഗ്രിയിലേക്ക് കുറച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ ഒരു 20 to 25 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ സിമ്മിലേക്ക് മാറ്റി കൊടുത്തിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 25 മിനിറ്റ് കൂടി. ഇപ്പോൾ ടോട്ടൽ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നത് താണു പോകും കേട്ടോ. അങ്ങനെ പൊങ്ങിയിരിക്കാനായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലല്ലോ, അത് കുഴപ്പമില്ല. താണു പോകണം. അത് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് താണു പോകുന്നത്. നമുക്കിത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ഒരു ഓവൻ സെറ്റപ്പിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് മാറ്റരുത്. ഇതിൽ തന്നെ ഒരു 10 മിനിറ്റ് ഈ ഒരു ഓവൻ സെറ്റപ്പിൽ തന്നെ വെച്ചേക്കണം. പക്ഷെ ഫുള്ളായിട്ട് അടച്ചു വെക്കേണ്ട, ആ വെള്ളം വീഴും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുറന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാനായിട്ടൊരു സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം നമ്മൾ എടുക്കുന്നത് ഫ്രൂട്ടിന്റെ ക്രഷാണ് കേട്ടോ. ബ്ലൂബെറി ക്രഷാണ്. ഏത് ഫ്രൂട്ടിന്റെ ക്രഷ് വേണമെങ്കിലും എടുക്കാം. അത് നമുക്കൊരു 1/4 കപ്പ് എടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു തരി ഉപ്പ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആ ചീസ് കേക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ ആസ് സച്ച് നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇതും കൂടെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും. ഒരു 3 ലെയർ ആയിട്ടാണ് നമ്മുടെ ഒരു കേക്ക് വരുന്നത്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ആക്കണം. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതപ്പം അത് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം ഇളക്കാതിരിക്കരുത്. പെട്ടെന്ന് തന്നെ അതങ്ങ് തിക്കായിട്ട് വരും. കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ഇതുപോലെ അങ്ങ് തിക്കായിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു അരിപ്പയിൽ കൂടെ ചൂടോടുകൂടി തന്നെ അങ്ങ് അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായി. അപ്പോൾ അരിപ്പയിൽ കൂടെ വരില്ല. അപ്പം അരിച്ച് എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതാണ് നമ്മുടെ ചീസ് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ആ ഒരു സിറപ്പ്. നല്ല ടേസ്റ്റി ആട്ടോ ഈ ഒരു സിറപ്പ്.
അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഈ സ്പ്രിംഗ് പാൻ ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കേക്ക് ടിൻ ഉണ്ടല്ലോ, അതെടുത്തിരുന്നാൽ മതി. അതെടുത്തിട്ട് എന്നിട്ട് അതോട്ട് കമത്തി വെക്കണം. കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ എടുത്ത് അത് 2 ലെയറായിട്ട് അങ്ങ് എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ അങ്ങ് കറക്റ്റ് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് അതങ്ങ് എടുത്തിട്ട് നമുക്ക് പാത്രം തിരിച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ശരിക്കും നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ മുകളിലോട്ട് നിൽക്കുന്ന ആ ഒരു അലൂമിനിയം ഫോയിൽ അങ്ങ് താത്തി അങ്ങ് അമർത്തി അങ്ങ് പ്രസ് ചെയ്ത് സൈഡിലോട്ട് അങ്ങ് ആക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സാധാരണ നമ്മൾ സ്പ്രിംഗ് പാനിൽ ചെയ്ത് അതേപോലെ തന്നെ കേക്കെല്ലാം ചെയ്ത് കേക്കൊക്കെ തണുത്തതിന് ശേഷം നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ തന്നെ നമുക്ക് ആ സൈഡിൽ നിന്നുള്ളതെല്ലാം അങ്ങ് വിരിയിച്ചെടുത്തിട്ട് പതുക്കെ അങ്ങ് പൊക്കിയെടുക്കാം. പൊക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം, കീറിപ്പോവാം. അതങ്ങനെ പെട്ടെന്ന് കീറി പോകുന്നില്ല, കുറച്ച് നല്ല ഉറപ്പുണ്ട്. കാരണം സൈഡിൽ ഇങ്ങനെ വലിച്ച് കീറിയാൽ മാത്രമേ അതങ്ങ് കീറി പോകുള്ളൂ. കുറച്ചൊന്ന് പിടിച്ച് വലിച്ച് നോക്കിയോ കുറച്ച് ഉറപ്പൊക്കെയുള്ള സംഭവം തന്നെയാണ്. നമുക്ക് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും ഒരു ബോട്ടിൽ വെച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്പ്രിംഗ് പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്നിട്ട് അങ്ങ് താത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിമോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും നമുക്ക് ഈ ഒരു ചീസ് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളത് തന്നെയാണ്. മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബ്ലൂബെറി ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സംഭവങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ചോക്ലേറ്റിൻ്റെ ബോളാണ്, അതൊരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിൻറ്റ് ലീഫും കൂടെ സൈഡിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല പതുങ്ങി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. കട്ട് ചെയ്തു നമുക്കിങ്ങനെ എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു മിഡ് ലീഫും കൂടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നേ ഉള്ളൂ. കണ്ട ആ ഒരു ചീസ് കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ട കറക്റ്റ് ആ ഒരു നല്ല ഒരു ചീസ് കേക്കിൻ്റെ ടെക്സ്ചറാണ്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ കഴിക്കട്ടെ. എന്താ പറയാ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എന്താ പറയുക, ചെറിയൊരു പുളിപ്പൊന്നുമല്ല, നല്ല ഒരു ടേസ്റ്റാണ്. ക്രീം ചീസിൻ്റെ ആ ഒരു ലെയർ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. താഴത്തെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ടല്ലോ, അടിപൊളിയാണ്. മുകളിലത്തെ ആ ഒരു സിറപ്പും 3 കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. പെർഫെക്റ്റ് ചീസ് കേക്കാണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ചീസ് കേക്ക് ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ കേക്കാണ്. അതിൽ ഞാൻ സിറപ്പൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷേ ഈ ഒരു ടേസ്റ്റ് എനിക്ക് അത്രയും അങ്ങോട്ടൊരു പെർഫെക്ഷൻ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പിയിലെത്തിയത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പെർഫെക്റ്റ് ചീസ് കേക്കാണ്. അപ്പോൾ ഒരു പീസ് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. ഇനി അടുത്ത പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ചീസ് കേക്കാണ്. ടെക്സ്ചർ ഉണ്ടോ ആ ഒരു ചീസ് കേക്കിൻ്റെ? കറക്റ്റ് ടെക്സ്ചർ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.